മലയാളിയടക്കം 10 കപ്പൽ ജീവനക്കാരെ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. പാനമ പതാകയുള്ള ബിട്ടു റിവർ എന്ന ടാങ്കർ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ലോമിൽ നിന്ന് ഡൗവയിലേക്കുള്ള യാത്രയ്ക്കിടെ ഈ മാസം 17-നാണ് സംഭവം. ഗിനിയ ഉൾക്കടലിലാണ് പനാമ പതാക വഹിച്ച ബിട്ടു റിവർ എന്ന ബിറ്റുമൻ ടാങ്കർ കടൽക്കൊള്ളക്കാർ ആക്രമിച്ചത്. പശ്ചിമാഫ്രിക്കയിലെ സാവോ ടോമിലെയും പ്രിൻസിപ്പിലെയും ദ്വീപായ സാന്റോ ആന്റോണിയോ ഡോ പ്രിൻസിപ്പിന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കടൽക്കൊള്ളക്കാർ കപ്പലിൽ പ്രവേശിച്ചത്. 3 കൊള്ളക്കാരൻ കപ്പലിൽ കയറി വെടിയുതിർത്ത് ഭീഷണിപ്പെടുത്തി. തുടർന്ന് കപ്പലിലെ 18 ജീവനക്കാരിൽ 10 പേരെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒരു മലയാളി അടക്കം 7 ഇന്ത്യക്കാരും 3 വിദേശികളും തട്ടിക്കൊണ്ടുപോയവരിൽ ഉൾപ്പെടുന്നു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരം. 8 ജീവനക്കാരെയും കപ്പലും കൊള്ളക്കാർ വിട്ടയച്ചു. ലോമിൽ നിന്ന് ഡൗവാലയിലേക്കുള്ള യാത്രക്കിടയിലാണ് കടൽക്കൊള്ളക്കാരുടെ ആക്രമണമുണ്ടായത്. റൂബിസ് എനർജി SAS-ന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ മാരിടെക് ടാങ്കർ മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത്. സംഭവത്തിൽ വിവരങ്ങൾ തേടുന്നതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. 24 ഡൽഹി.